നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തിന്റെ അടിത്തറയാണ് വിദ്യാഭ്യാസം. അത് മുടക്കിക്കൊണ്ടുള്ള സാമൂഹ്യ സേവനമൊന്നും ഒട്ടും ശരിയല്ല. വെറുതെ ജീവിതം പാഴാക്കരുത്. ജീവിതം പാഴാക്കുന്നത് ചേച്ചിയല്ലേ? 7 ജന്മം കഴിഞ്ഞാലും സ്വപ്നം കാണാൻ പോലും ആവാത്ത ഒരു വിവാഹബന്ധം വന്നിട്ട് യാതൊരു താല്പര്യമില്ലാതെ മുറി അടച്ചിരിക്കല്ലേ? എന്തോർത്തിട്ടാ ഈ ഇരിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓർക്കുന്നത് എന്റെ ജാതകദോഷം തന്നെയാ. ദോഷക്കാരിയായി ഞാൻ രാജീവ് സാറിന്റെ വീട്ടിൽ ചെന്ന് കയറിയ അവിടെ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാവോ? അതാ എന്റെ ചിന്ത. എന്നാ അതൊക്കെ അങ്ങ് മറന്നേക്ക് മോളെ. ദേവിയുടെ തൃപ്പാദങ്ങളിൽ വെച്ച് പൂജിച്ചു വാങ്ങിയ പട്ടുസാരി ഇത്. നിന്നെ കെട്ടാൻ പോകുന്ന പയ്യന്റെ കയ്യിന്ന് ഈ സാരി വാങ്ങി ധരിക്കണം. ധരിച്ച വന്ദനയുടെ ജീവിതത്തിൽ പിന്നെ ദുരിതങ്ങളും അനിഷ്ടങ്ങളും ഒന്നും ഉണ്ടാവില്ല. ദാമ്പത്യ ജീവിതം ഒരു വിഘ്നങ്ങളും ഇല്ലാതെ മുന്നോട്ടു പോകും. സംശയിക്കണ്ട, ജ്യോതിഷത്തിൽ നല്ല ജ്ഞാനമുള്ള തിരുമേനിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാം മോളെ. അമ്മേ, അത് ചേച്ചി ഇനി ഒന്നും പറയണ്ട. ചേച്ചിയുടെ ദോഷത്തിനുള്ള പരിഹാരം അമ്മ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ പൂജാമുറിയില് ഈ സാരി വെച്ച് പ്രാർത്ഥിക്കാ വേണ്ടത്. അതെ, വാ പൂജാമുറിയിലേക്ക് പോകാം. വാ. മോളി സാരി ഏറ്റുവാങ്ങി ദേവിയുടെ മുൻപിൽ സമർപ്പിക്കേ. അമ്മയുടെ സ്നേഹവും ആത്മവിശ്വാസവും ഒക്കെ കാണുമ്പോ എന്റെ മനസ്സിലെ ആശങ്കയും കുറയുന്നുണ്ട്. എല്ലാം ശുഭകരമായി നടക്കുന്ന വിശ്വാസവും എനിക്കുണ്ട്. മതി, അത് മതി. എത്രയോ നാളായി ചേച്ചിയുടെ നാവുകൊണ്ട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാ ഇന്ന് കേട്ടത്. എല്ലാം ദേവിയുടെ അനുഗ്രഹ. വർഷേ, കാലക്കേട് മാറിയപ്പോ ദേവിയും കണ്ണു തുറന്നു. മാധവേട്ടൻ എന്താ ഒരു ഉത്സാഹക്കുറവ്? എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആ, നീ പോയി പയ്യനെയും കൂട്ടരെയും സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ നോക്ക്. പെട്ടെന്നായിക്കോട്ടെ. ദേവി, ശങ്കരൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. 10 ലക്ഷത്തിന്റെ ചെക്ക് ഒപ്പിട്ട് കിട്ടിയതുമില്ല. ഇവിടെ വന്ദനയ്ക്ക് കല്യാണം ഉറയ്ക്കാൻ പോകുന്നു. കല്യാണം നടത്താനുള്ള പണം എങ്ങനെയുണ്ടാക്കും? ഭഗവാനെ, കൈവിടല്ലേ. വന്ദനെ കെട്ടാൻ പോകുന്ന ചെക്കനെ കയ്യും കാലും കണ്ണും കാഴ്ചശക്തിയും കേൾവിശക്തിയൊക്കെ ഉണ്ടോടാ? ഓ, ഞാൻ ആരോടായി പറയുന്നത്? മുത്തശ്ശി, ഓ,
എന്റെ കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കാഴ്ചയും കേൾവിയും ഒക്കെ അത്യാവശ്യമുണ്ട്. അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ മോനെ. തന്റെ പേരക്കുട്ടിയെ കെട്ടാൻ പോകുന്ന പയ്യൻ എന്തെങ്കിലും കുറവുള്ളവനാണോ എന്ന ആകാംക്ഷ ഏത് മുത്തശ്ശിക്കും ഉണ്ടാവും. അത്രയുള്ളൂ അല്ലേ? വന്ദനയുടെ അച്ഛന് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തെങ്കിലും ഇഷ്ടക്കേട്? ഏയ്, അങ്ങനെയൊന്നുമില്ല. വന്ദനയുടെ ഇഷ്ടം തന്നെയാ ഞങ്ങളുടെ ഇഷ്ടം. അക്കാര്യത്തിലും എന്റെ മോൻ ഭാഗ്യവാനാ. സ്നേഹമുള്ളൊരു പെണ്ണിനെ മാത്രമല്ല, സ്നേഹമുള്ള ഒരു കൂട്ടം ആൾക്കാരെയാ ഇവന് ബന്ധുക്കളായി കിട്ടാൻ പോകുന്നേ. ഉം. എനിക്ക് വന്ദനായിട്ടൊന്ന് തനിച്ച് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇനി അതിന് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. സംസാരിച്ചോളൂ. വന്ദനെ, എത്രയോ കാലമായി നമ്മൾ പരസ്പരം കാണുന്നു. അപ്പോഴൊക്കെ നമുക്കിടയിൽ മുതലാളിയും തൊഴിലാളിയുമെന്ന അതിർവരമുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊരു വേർതിരിവുള്ളതായി വന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ബന്ധത്തിന് വന്ദനയുടെ പൂർണ്ണമായ സമ്മതമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാമോ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സർ. ഇപ്പോഴും സാറിനെ എന്റെ ബോസായി മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ വിവാഹത്തിന് സമ്മതം മൂളുമ്പോ എന്റെ മനസ്സ് മുഴുവനും ദിയമോളായിരുന്നു. ഭാര്യ മരിച്ചതിൽ പിന്നെ ഒരിക്കലും ഒരു പുനർവിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ദൈവത്തിന് തുല്യം ഞാൻ ബഹുമാനിക്കുന്ന എന്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം, പിന്നെ ദിയമോളുമായി വന്ദനമായിട്ടുള്ള ഒരു കളങ്കമില്ലാത്ത അറ്റാച്ച്മെന്റ്, ഇവ രണ്ടും എന്നെ പുനർവിവാഹത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഇനി എന്നെ സാറെന്ന് വിളിക്കരുത്. അടഞ്ഞുപോയ വാതിൽ നിറദൈവമായി തുറന്ന് വന്ദന എന്റെ മോളുടെയും ജീവിതത്തിലേക്ക് കടക്കുകയാണ്, യാതൊരു നിബന്ധനകളും ഇല്ലാതെ. വന്ദനാൻഡി, മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.